സതീശനോട് കോൺഗ്രസിന്റെ പ്ലാനുകളൊന്നും ചോദിക്കരുത് എന്നാണ് സതീശ് ഇപ്പൊ പറയുന്നത്. യഥാർത്ഥത്തിൽ സതീശൻ എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? അങ്ങനെയല്ല. സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിക്കരുത്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, അങ്ങനെ ചോദിക്കരുത് എന്നത്. സതീശൻ അത് പറഞ്ഞത് മുന്നണി വിപുലീകരണത്തെ കുറിച്ചാണ്. മുന്നണി വിപുലീകരിക്കുന്ന കാര്യത്തില് സതീശൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മളാരും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായ ചില മാറ്റങ്ങൾ മുന്നണി വിപുലീകരണത്തിലുണ്ടാവും. മുന്നണിയിലെ പുതിയ ആളുകളെയൊക്കെ ചേർക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പുള്ളി പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം. അങ്ങനെ വരുവാണെങ്കിൽ അവർ കൂടുതലും പ്രതീക്ഷിക്കുന്നത് ഇപ്പോ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ചില ഘടകകക്ഷികളെയാണ്. സി പി ഐക്ക് എന്ത് വോട്ട് ഷെയറാ സി പി ഐക്ക് ഉള്ളത്? അതെപ്പോഴും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്ന് അവരുടെ തോളിൽ നിന്ന് അവരുടെ ചെവി കടിച്ചു പറിക്കാനല്ലാതെ സി പി ഐ കൊണ്ടെന്ത് സാധിക്കും? സി പി ഐ കൊണ്ടൊന്നും സാധിക്കില്ല. അവർക്കൊരു 1000 വോട്ട് തികച്ച് എത്ര മണ്ഡലങ്ങളിൽ എടുക്കാൻ കാണും? ഇവിടെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഉള്ള ചില മണ്ഡലങ്ങളിൽ, തൃശ്ശൂരും ഒക്കെ ഒഴിച്ചാല് ബാക്കി 140 മണ്ഡലത്തിൽ ഒരു ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും അവർക്ക് ഒറ്റയ്ക്ക് ഒരു 1000 വോട്ട് പിടിക്കാൻ കാണത്തില്ല. അവർക്ക് ആ ഒരു വോട്ട് ഷെയർ ഇല്ല. അതിനേക്കാളും കൂടുതൽ വോട്ടുണ്ട് മാണി ഗ്രൂപ്പിന് ചില പോക്കറ്റുകളിൽ. അവർക്ക് 1000 മുതൽ അതിന് മുകളിലോട്ട് വോട്ടുകളുണ്ട് 150 മണ്ഡലത്തിൽ. പക്ഷേ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കിയാൽ ചിലപ്പം കാണത്തില്ലായിരിക്കും. പക്ഷെ നിയോജകമണ്ഡലത്തിൽ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ 1000 വോട്ട് അവർക്ക് മിക്ക മണ്ഡലങ്ങളിലും, അല്ല 99% മണ്ഡലങ്ങളിലും അവർക്ക് 1000 വോട്ട് മിനിമം കാണും. പിന്നെ അതിന് മുകളിലോട്ട് അവർക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളില്ലേ? അവർക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പൊ ആരെയൊക്കെയാണ് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന ചില ഘടകകക്ഷികളെ ഉന്നമിട്ടാണ് സതീശൻ അത് പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ്. പക്ഷെ അവർ ഈ ഉന്നമിട്ട് ഇങ്ങനെ പുറമേ നടക്കുന്നതല്ലാതെ ഏത് ഘടകകക്ഷി പോകും? നമ്മളെല്ലാം വിചാരിക്കുന്നത് കൂടുതലും മാണി ഗ്രൂപ്പിനെ കിട്ടുമെന്നാണ്. പക്ഷെ മാണി ഗ്രൂപ്പിനെ ഒരിക്കലും കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ചെയർമാനോട്, ശ്രീമാൻ ജോസ് കെ മാണിയോട് സംസാരിച്ചിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് നേരിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞൊരിക്കലും അങ്ങനെ ഒരു ചിന്തയെ മനസ്സിലില്ലെന്നാണ്. അത് അങ്ങനെ തന്നെയല്ല, രാഷ്ട്രീയപരമായി അതൊരു ആത്മഹത്യയല്ലേ? ഒരിക്കലും അങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ മുന്നണി മാറി മാറി പോകുന്ന ഒരു സാഹചര്യം അതൊരിക്കലും ഒരു ആത്മഹത്യയാണ്. ഒരിക്കലും അത് ഇത്തവണ വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ കാലാവസ്ഥ എങ്ങനെ പോകുന്നു നമുക്കറിയില്ലല്ലോ. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിലമ്പൂര് തെരഞ്ഞെടുപ്പില് ചാണ്ടി ഉമ്മനെ ഒരുപാട് കോൺഗ്രസ് നേതാക്കള് പുകഴ്ത്തി 3000-ഓളം വീടുകൾ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ടായിരുന്നു. വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം. ഒരു പുകഴ്ത്തലല്ലോ. ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകനാണ്, സംശയമില്ലല്ലോ. ഉമ്മൻചാണ്ടിയും ആര്യാട മുഹമ്മദും തമ്മിലുള്ള ബന്ധം, അവര് എന്ത് തന്നെ വന്നാലും അവർ ഒരുമിച്ച് നിന്ന് അന്ന് ആ എ ഗ്രൂപ്പ് കൊണ്ടു നടന്നത് ആരാ? ഉമ്മൻചാണ്ടിയും ആര്യാടനും ഉൾപ്പെടെ ഉള്ള ആളുകൾ ചേർന്നല്ലേ. ഉമ്മൻചാണ്ടിയുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ആര്യാട മുഹമ്മദ്. മനസ്സിലാക്കണത് അവരൊക്കെ അവരുടെയൊക്കെ മക്കളും അതുപോലൊക്കെ ആയി വരുന്നത് അത് സ്വാഭാവികമാണ്. നിലമ്പൂരിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആര്യാടന്റെ മകൻ അവിടെ മത്സരിക്കുമ്പോൾ, ഷൗക്കത്ത് അവിടെ മത്സരിക്കുമ്പോൾ, ചാണ്ടി ഉമ്മൻ എന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ MLA കൂടാണ്, പുതുപ്പള്ളി മത്സരിച്ച് ജയിച്ച MLA കൂടാണ്. ആ ചാണ്ടി ഉമ്മൻ അവിടെ പോയില്ലെങ്കിൽ അതിന് നന്ദി കിടന്ന് നെറികിടന്നൊക്കെ പറയാൻ പറ്റൂ. അതിനും അത്ഭുതമൊന്നുമില്ല. അതിപ്പോ അവര് പറയുന്നതിന് എന്താ? ചാണ്ടി ഉമ്മൻ അവിടെ മറ്റുള്ളവരെ പോലല്ല. അവിടുത്തെ യൂത്തന്മാര് ചെയ്ത് എന്തുവാ? ഷാഫി പറമ്പിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം ഒക്കെ ചെയ്തത് എന്താ? അവര് റീലിട്ട് കളിക്കുകയായിരുന്നു. അതേസമയം ചാണ്ടി ഉമ്മൻ ചെയ്തത് എന്താ? ഓരോ വീടുകൾ കയറി ഇറങ്ങി വോട്ട് ഉറപ്പിച്ചു. ഒരു ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മൻ അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്കുള്ള ഒരു സ്വീകാര്യത അത് വേറൊന്നാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ചാണ്ടി ഉമ്മൻ അവിടെ ആ രീതിയിൽ ഒരു പ്രചരണത്തിന് അവിടെ നിന്നത്. ഈ വോട്ടിന്റെ കാര്യം പറയുമ്പോഴാണ്, ഇപ്പൊ പുതിയൊരു UDF ടീം തന്നെയാണല്ലോ. ഈ ഒരു ടീം വെച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്? അതായത് 2026. അതിപ്പോ നമുക്കിപ്പോ എങ്ങനെ പറയാൻ സാധിക്കും? UDFന്റെ കെട്ടുറപ്പ്, UDFനെ കുറിച്ച് നമുക്കറിയാമല്ലോ. UDFനെ സംബന്ധിച്ച് അവരിൽ തന്നെ ഒരു ഐക്യമില്ല. ഘടകകക്ഷികളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നേതൃത്വ പാഠവുമുള്ള എത്ര പേരുണ്ട് അതിനകത്ത്? എത്ര നേതാക്കന്മാരുണ്ട്? പണ്ടൊക്കെ അതുണ്ടായിരുന്നു. കെ കരുണാകരനും KM മാണിയും ഒക്കെ ഉൾപ്പെട്ട അവരെല്ലാം കൂടാണ് മുന്നണി ഉണ്ടാക്കിയത് തന്നെ.
അന്നൊക്കെ അതിനൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. കെ കരുണാകരൻ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരോടും ആലോചിച്ചായിരിക്കും പറയുന്നത്. ഇപ്പൊ അവിടെ ആലോചിക്കാനും ഒരു കൂട്ടുത്തരവാദിത്വവും അല്ലെങ്കിൽ ഒരു കൂടിയാലോചനയും അവിടെ നടക്കുന്നില്ല. ഇപ്പൊ UDFന്റെ ചെയർമാനല്ല, UDFന്റെ ചെയർമാൻ ഇപ്പം പിന്നെ ഒരു പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ UDF കൺവീനർ ആരാ? പിന്നെ അടൂർ പ്രകാശ്. UDFന്റെ സെക്രട്ടറി ആരാ? CP ജോൺ. പക്ഷെ ഇവർ തമ്മിൽ പോലും ഒരു കൂടിയാലോചന ഇപ്പം VD സതീശനും പിന്നെ അടൂർ പ്രകാശും അതുപോലെ തന്നെ സണ്ണി ജോസഫും KPC പ്രസിഡന്റ്, CMBയിലെ CP ജോൺ, ഇവർ തമ്മിൽ പോലും ഒരു കൂടിയാലോചനകൾ ഇല്ലെന്നാണ് അവരുടെ ക്യാമ്പിൽ നിന്നും അറിയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ഒരു മുന്നണി സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകും? ആ മുന്നണിയെ വിശ്വസിച്ച് എങ്ങനെ ജനം വോട്ട് ചെയ്യും? അവിടെയാണ് ഇപ്പൊ എത്ര സീറ്റുകൾ പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം കോൺഗ്രസിന് പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ അവര് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ പറ്റുമോ? ചിലപ്പോൾ പേരാവൂര്, ചിലപ്പം മലബാറിലെ പേരാവൂര് ചിലപ്പം പിന്നെ കിട്ടുമായിരിക്കും. അത് ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. ചിലപ്പം പുതുപ്പള്ളിയിലും അങ്ങനെ അത്രയും ഒരു ഇതുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചില അതൊക്കെ ഒരു രണ്ടാം പട്ടികയിൽ വെക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഏതെങ്കിലും ഒരു മണ്ഡലം ഉണ്ടോ? അതേസമയം CPMനുണ്ട്. CPMന് പല മണ്ഡലങ്ങളിലും അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട്. അവർക്ക് പറയാൻ സാധിക്കും ഞങ്ങൾക്ക് ഇത്ര സീറ്റിൽ ജയിക്കാൻ പറ്റും. ലീഗിന് പറയാൻ പറ്റും. കോൺഗ്രസിന് ഇവിടെ പറയാൻ പറ്റും. ഏത് മണ്ഡലമുണ്ട്? അവര് ജയിച്ച 21 മണ്ഡലമുണ്ട്. കോൺഗ്രസ് MLA ഉള്ള 21 മണ്ഡലങ്ങളുണ്ട്. ആ 21 മണ്ഡലങ്ങളും അവർക്ക് തറപ്പിച്ച് പറയാമോ അവർക്ക് അടുത്ത പ്രാവശ്യം ജയിക്കാൻ പറ്റും? ഒറ്റയ്ക്ക് എന്ന് ജയിക്കാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതേസമയം CPMന് അത് ആ കാര്യത്തിൽ CPMന് പറയാൻ പറ്റും. അതിനകത്ത് CPMന് അല്ലാതെ വേറെ കേരളത്തില് ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങൾക്ക് ഒരു സീറ്റെങ്കിലും പിടിക്കുമെന്ന് പറയാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ 2026 എങ്ങനെ എത്ര സീറ്റുകൾ UDF പിടിക്കും, എത്ര സീറ്റുകൾ LDF പിടിക്കും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അതേസമയം നല്ലൊരു കൂട്ട് ഉത്തരവാദിത്വത്തോടു കൂടി നല്ലൊരു മുന്നണി സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു MP മാർക്കും വേണമെങ്കിൽ മത്സരിക്കാം എന്നുള്ളത്. അത് MP മാർക്ക് മത്സരിക്കാം പിന്നെ എന്ന് പറഞ്ഞത് തന്നെ ഇവിടെ MP മാരായിട്ടുള്ള ഇപ്പോഴത്തെ MP മാർ ഇവിടെ ജയിച്ചു പോയിട്ടുള്ള പലർക്കും മുഖ്യമന്ത്രി കസേരയോടുള്ള ഒരു മോഹമുണ്ട്. ആർക്കാ ഇല്ലാത്തത്? MP മാരിൽ ആർക്കാണ് ഇല്ലാത്തത് മുഖ്യമന്ത്രി കസേരയില്? ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അവരെ മത്സരിപ്പിക്കണം. അത് അടൂർ പ്രകാശ് വളരെ വ്യക്തമായിട്ട് അതൊന്ന് പറഞ്ഞു. ഇവിടെ KC വേണുഗോപാല് മത്സരിക്കാൻ നിൽക്കുക, കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കാൻ നിൽക്കുക, ആന്റണി മത്സരിക്കാൻ നിൽക്കുക, ഈവൻ രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ. അപ്പോ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഇവരൊക്കെ മത്സരിക്കാൻ നിൽക്കുക, നിയമസഭയിൽ മത്സരിക്കാൻ നിൽക്കുക. അപ്പൊ അവരെയൊക്കെ മത്സരിപ്പിക്കണ്ടേ? അപ്പൊ പിന്നെ അന്തരം കിടന്ന് അടി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അടൂർ പ്രകാശ്. അത് ഇപ്പോഴേ ഈ അടൂർ പ്രകാശിനെ മത്സരിക്കണ്ടേ? അടൂർ പ്രകാശ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ, അയ്യോ എനിക്ക് പോണ്ട, എനിക്ക് ഇവിടെ കേരളത്തിൽ നിന്നാ മതി എന്ന്. അപ്പൊ അവരുടെ കാര്യം അവര് തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനെ എതിർത്തത് കെ മുരളീധരനാ പറഞ്ഞ MP മാര് മത്സരിക്കണോ എന്ന് ചോദിച്ചത്. അപ്പൊ അതിനെ വെട്ടിയാണ് അടൂർ പ്രകാശ് വളരെ കൃത്യമായി പറഞ്ഞു, MP മാർക്ക് മത്സരിക്കുന്നതിന് എന്താ തടസ്സം, എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ? അത്രേ ഉള്ളൂ.